ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അതിലേറ്റവും മനോഹരമായി അണിയിച്ചൊരുക്കിയ ഒന്നാണ് ഭൂമി. വൃക്ഷങ്ങൾ കൊണ്ടും സസ്യലതാദികൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും സമൃദ്ധമാണ് ഭൂമി. അതുപോലെ നദികളും ആറുകളും സമുദ്രങ്ങളും അതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. അതിലെ ജീവജാലങ്ങൾ ഒന്നിനോടൊന്ന് സമരസപ്പെട്ട് ഈ ഭൂമിയുടെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിക്കും. ഒരു ദേവാലയം പണിതാൽ അതിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്നത് ആ ദേവാലയത്തിൻ്റെ ബലിപീഠം ആണ്. ഇതുപോലെ തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ അതിലേറ്റവും മനോഹരമായി ദൈവം സൃഷ്ടിച്ചത് ഭൂമിയാണ്. നക്ഷത്രങ്ങൾ കൊണ്ടും ഗ്രഹങ്ങൾ കൊണ്ടും അതിന് ചുറ്റും അലങ്കാരങ്ങളും തീർത്തിട്ടുണ്ട്. ഈ ഭൂമിയെ ചുറ്റിപ്പറ്റിയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ നാം കാണുന്നത്. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാനുള്ള ദൈവത്തിൻ്റെ സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി ദൈവത്തിൻ്റെ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട് അവൻ്റെ ജീവശ്വാസം ഊതി അവൻ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന മനുഷ്യൻ, അവനെ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് ഒരു ദൈവത്തിൻ്റെ മകനാക്കി ഭൂമിയിൽ ഉയർത്തി നിർത്തുക. അതോടൊപ്പം അവനിലൂടെ ഭൂമി മുഴുവൻ ദൈവപുത്രന്മാരെ കൊണ്ട് നിറയ്ക്കുക. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒരു മനോഹരമായ ബലിവേദിയായി ജീവിക്കാനുള്ള അവൻ്റെ ഒരു തട്ടമായി ഭൂമിയെ ദൈവം അലങ്കരിച്ച് വച്ചിരിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം, അവനിലെ ദൈവസ്നേഹത്തിൻ്റെ ചൈതന്യം, അത് വിട്ടവൻ എപ്പോഴാണോ താളം തെറ്റുന്നത് ആ നിമിഷം അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടിതാണ്: ഇവൻ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായി തീർന്നിരിക്കുന്നു. മനുഷ്യനെയും മനുഷ്യകുലത്തെയും നിലനിർത്താൻ ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും പ്രാപിച്ച ഭൂമിയും പ്രകൃതിയും എപ്പോഴെങ്കിലും തകർക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രമം തെറ്റിയപ്പോഴാണ്. ആ ക്രമം തെറ്റൽ എല്ലാ കാലഘട്ടത്തിലും ഭൂമിയെ നശിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്രമം തെറ്റിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവപുത്രൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നത് ക്രമം തെറ്റിപ്പോയതിനെയെല്ലാം ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനായി ദൈവം തിരുവചനം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ തിരുവചനത്തെ മാംസമായി ദൈവപുത്രനായി സ്വീകരിക്കുവാൻ വേണ്ടി എത്ര ആവേശത്തോടെയാണ് പ്രകൃതി പോലും പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കിഴക്കുള്ള വിദ്വാൻമാർ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവപുത്രനെ കാണുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഒരു സൃഷ്ടവസ്തുവിനെ കണ്ടുകൊണ്ട് ദൈവപുത്രൻ്റെ പിറവി തിരിച്ചറിയാൻ
അവർക്ക് കഴിയണമെങ്കിൽ ഒരു ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അത് ഭൂമിയിലെ മനുഷ്യനിൽ മാത്രമല്ല മാറ്റമുളവാക്കുന്നത്, അത് ഭൂമിയിലെ മനുഷ്യനിൽ മാത്രമല്ല ചൈതന്യം ഉളവാക്കുന്നത്, പ്രകൃതിയിൽ പോലും ആ ചൈതന്യം തുളുമ്പുമെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഒരു നക്ഷത്രം ആ വിദ്വാൻമാരെ വഴി നടത്തുന്നു. ഒരു സൃഷ്ടവസ്തു സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ വഴി നടത്തുന്ന തലത്തിലേക്ക് സൃഷ്ടവസ്തുക്കൾക്ക് പോലും ചൈതന്യം തുളുമ്പുന്ന ഒരനുഭവം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു ഒരു ദൈവപുത്രൻ്റെ ഭൂമിയിലെ ജനനം കൊണ്ട്. ഇത് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. നീ ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോഴും നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൻ്റെ ചുറ്റുപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പോസിറ്റീവായിരിക്കാം, ഒരുപക്ഷെ നെഗറ്റീവായിരിക്കും. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവചൈതന്യത്തിന് വിപരീതമായി പ്രതികരിക്കുമ്പോൾ അത് ഭൂമിയുടെ ശാപമായി, അത് ഭൂമിയിലെ അനുഗ്രഹത്തിന് കുറവായി കരുതപ്പെടുമ്പോൾ ഇതാ ഇവിടെ ദൈവപുത്രൻ്റെ ജന്മം ചുറ്റുപാടുകളിൽ ചൈതന്യം പകരുന്നതായിട്ട് നാം കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്നുണ്ടെങ്കിൽ, പിതാവിൻ്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ അതിലൂടെ പുത്രസ്വീകാര്യമാകുന്ന ആ ചൈതന്യം ഒരു മനുഷ്യനിലേക്ക് ലഭിക്കുമ്പോൾ, അഥവാ ഒരു വ്യക്തി ഒരു ക്രൈസ്തവനായി മാറുമ്പോൾ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവൻ മാമോദീസ മുങ്ങുമ്പോൾ അതവനെ മാത്രമല്ല രൂപാന്തരപ്പെടുത്തുന്നത്, ആ ദൈവപുത്ര ചൈതന്യം അവൻ്റെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ മാറ്റമുണ്ടാകുന്നത് അവൻ്റെ തലമുറയ്ക്കാണ്. അവന് ലഭിച്ച ദൈവിക ചൈതന്യം അവൻ്റെ തലമുറകളിലേക്ക് ഒരു പുതിയ വെളിച്ചമായി, ഒരു പുതിയ പ്രകാശമായി മാറുന്നു. ക്രൈസ്തവ സഭയുടെ മൂല്യവും അതുതന്നെയാണ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തി ദൈവപുത്രനായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് രൂപാന്തരപ്പെടുമ്പോൾ അവൻ ജീവിക്കുന്ന പ്രകൃതിയിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. ദൈവം സൃഷ്ടിച്ചതാണ് എനിക്ക് ഈ ഭൂമി, എനിക്ക് വേണ്ടി ദൈവം രൂപപ്പെടുത്തിയതാണെന്ന ബോധം ആ ഭൂമിയെ സംരക്ഷിക്കുവാനും ഭൂമിയെ നിലനിർത്തുവാനും പ്രകൃതിയുടെ ദൈവം നൽകിയിട്ടുള്ള ആ ശാന്തതയെയും സ്വച്ഛതയെയും നിലനിർത്തുവാനുമൊക്കെ ഒരു വ്യക്തിയുടെ നന്മ കൊണ്ടും പുണ്യം കൊണ്ടുമാകും. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് പ്രകൃതിയിലുണ്ടായിട്ടുള്ള വിപരീതമായ മാറ്റങ്ങൾ മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളാണ്. അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും പീഡകളും ഒരു വിപരീത ഫലമായി മനുഷ്യനെ ഗ്രസിക്കുന്നു. അതോടൊപ്പം പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നത് വഴി മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുള്ള അമിതമായ സ്വാർത്ഥതകളും സ്വാർത്ഥ താല്പര്യങ്ങളും രൂപപ്പെട്ട് പ്രകൃതി നശിപ്പിക്കപ്പെടുമ്പോൾ, ഭൂമി നശിപ്പിക്കപ്പെടുമ്പോൾ അവന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുന്നു. ഓസോൺ ലെയറിന് കേടുപറ്റുന്നു. അതിലൂടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, മരങ്ങളും അതുപോലെ സസ്യലതാദികളുമെല്ലാം വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുക.
ഈ ഭൂമി ദൈവം നൽകിയത് ദൈവപുത്രന്മാർക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ എപ്പോഴാണോ ദൈവപുത്രന്മാർ ദൈവ ചൈതന്യത്തെ ഉപേക്ഷിക്കുന്നത്, അപ്പോൾ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നശിക്കും. ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ചൈതന്യം ഓരോ മനുഷ്യന് ഹൃദയത്തിലേക്ക് ഏറുമ്പോൾ, ആ ഹൃദയത്തിലേക്ക് പേറുമ്പോൾ, ആ ചൈതന്യം വഴി അവനൊരു ദൈവപുത്രനായി രൂപാന്തരപ്പെടുകയും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, അവൻ ജീവിക്കുന്ന ഭൂമി അവൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ചുറ്റുപാടുകൾക്ക് വേണ്ടിയും അവൻ രൂപപ്പെടുത്തുകയാണ്, നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അവൻ ചെയ്യേണ്ടത് അവൻ്റെ ജീവിതം, ആ ജീവിതമുണ്ടാക്കുന്ന ചൈതന്യം ആ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ബാധിക്കുന്നു എന്ന് തിരിച്ചറിവനുണ്ടാകുക. ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ജന്മമെടുത്തു. ഒരു സത്രമാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചതെങ്കിലും ഒരു സത്രത്തിൽ നിന്ന് പോലും പുറന്തള്ളപ്പെട്ട് ഒരു പുൽക്കൂട്ടിലേക്കാണ് അവൻ ഒതുങ്ങുന്നത്. ആ പുൽക്കൂട്ടിൽ സംതൃപ്തി കണ്ടെത്തുന്ന ദൈവപുത്രൻ ലോക പുരാതനനായവനെ ഗുഹയിൽ പ്രസവിച്ചു എന്നാണ് ആരാധനാഗീതത്തിൽ പ്രത്യേകമായി പാടുന്നത്. കന്യകമറിയാം ഈറ്റുനോവ് അനുഭവിക്കുന്ന സമയത്ത് യൗസേപ്പിനോട് പറയുന്ന ഒരു ഭാഗം ആരാധനാഗീതത്തിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. മുറ്റുന്നേറ്റിന്നോവനിൽ യൗസേപ്പോടു ചൊന്ന നീതിജ്ഞാബദലഹേമിൽ ഗുഹയിൽ പോയിട ഇല്ലൊരു പായം കട്ടിലുമീയുള്ളോ ഈയുലകത്തിൽ ഞാനാശ്രയഹീന ലോകപുരാതനനെ ഗുഹയിൽ പ്രസവിച്ചയ്യോ ജഗതിരക്ഷകനെ ഞാൻ കൂട്ടിൽ പാലിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ യൗസേപ്പിനോട് പറഞ്ഞു, ലോകപുരാതനനായവനെ പ്രസവിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇടം, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇടം ഗുഹയാണ്. ആ കുഞ്ഞിനെ കടത്തുവാൻ പുൽക്കൂട്. സത്യത്തിൽ ആ ജന്മം പോലും പ്രകൃതിയോട് എത്രമാത്രം സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു ജന്മവും പ്രകൃതിയുടെ താരാട്ടും തലോടലും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് ആ പുൽക്കൂടിൻ്റെ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, തൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും പ്രകൃതിയെയുമൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടുമുള്ള ഒരു ജനനം. അതൊരു ദാരിദ്ര്യത്തിൻ്റെ, ഒരു എളിമയുടെ ജനനമാണ്. ഇത് മനുഷ്യഹൃദയങ്ങളെ ചില കാര്യങ്ങളെല്ലാം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നീ ജീവിക്കുന്ന പ്രകൃതിയെയും നീ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും ബഹുമാനിച്ചും ആദരിച്ചും അത് മറ്റൊരു തലമുറയ്ക്ക് വേണ്ടി കൂടി കൊടുക്കാൻ ഇനി ജനിച്ചു വീഴാനിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവിക്കാനായിട്ടുള്ള അവൻ്റെ ഒരു ജന്മഭൂമിയായി അവനത് പതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതം നാം നടത്തണം. എന്നാൽ ഈ കാലഘട്ടം പലപ്പോഴും ഞാൻ ജീവിക്കുന്ന കാലഘട്ടം കൊണ്ട് എല്ലാം തകർത്ത് നശിപ്പിച്ച് മറ്റൊരുവനും അവിടെ ജീവിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യം സൃഷ്ടിക്കുന്ന ആർത്തിയുടെയും അതുപോലെ സ്വാർത്ഥതയുടെയും ഈ കാലഘട്ടത്തിൽ നാം ഒരു പെരുന്നാൾ, ഒരു ജനന പെരുന്നാൾ വീണ്ടും ആഘോഷിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ നാം പുതിയ ചില ചിന്തകൾ ഉയർത്തണം.
ഞാനൊരു ദൈവപുത്രനായി വിളിക്കപ്പെട്ടവനാണ്. ഈ ഭൂമിയിൽ ജന്മം എടുത്ത ദൈവത്തിൻ്റെ പുത്രൻ എനിക്ക് പകർന്നു നൽകിയ ഒരു ദൈവപുത്ര സ്ഥാനമുണ്ട്. ആ ദൈവപുത്ര സ്ഥാനം സ്വീകരിച്ച ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എനിക്ക് ചുറ്റുപാടും അടുത്ത തലമുറയിലും ഇതാ ജന്മമെടുക്കാനിരിക്കുന്നവരും ഇപ്പോൾ ജനിച്ചു വളരുന്നവരുമായ വ്യക്തികൾക്ക് ജീവിക്കുവാനായിട്ടുള്ള അനുവാദവും ജീവിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവുമൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അതോടൊപ്പം ഈ ക്രിസ്മസ് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമെന്ന നിലയിൽ വ്യക്തിബന്ധങ്ങളിൽ മാത്രമല്ല, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലും ഊഷ്മളതയുണ്ടാക്കുന്ന ഒരു ക്രിസ്മസായി മാറണം. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഈ വർഷത്തെ ആഘോഷങ്ങൾ നീ ഒരു പുതിയ വൃക്ഷത്തൈ നട്ടുകൊണ്ടാവട്ടെ. നിൻ്റെ അടുത്ത തലമുറയ്ക്ക് തണുപ്പേകാനും ജീവശ്വാസം നൽകാനും, അതുപോലെ നിൻ്റെ അടുത്ത തലമുറയിലെ ദൈവപുത്രന്മാരായ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കുവാൻ, അതിൻ്റെ ചുവട്ടിൽ തണലിൽ ഓടിക്കളിക്കുവാനും പറ്റുന്ന രീതിയിലായിരിക്കട്ടെ. മനുഷ്യൻ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്തുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ആഘോഷങ്ങൾ. നമുക്ക് ചുറ്റുപാടും ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ആയിരിക്കാൻ നമുക്ക് കഴിയണം. ദൈവപുത്രന്മാർക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും ഘനീഭവിച്ചപ്പോൾ ഹാബേലിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമായി അത് മാറുകയും ഭൂമി കായേന് പോലും ജീവിക്കാൻ പറ്റാത്ത വിധം അസ്വസ്ഥമായി തീരുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നാം സ്വാർത്ഥ താല്പര്യങ്ങളും അതുപോലെ അഹങ്കാരവും വെച്ചു പുലർത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിത ശൈലി ഇനി പിറക്കാനിരിക്കുന്ന ദൈവപുത്രന്മാർക്ക് അവരുടെ ജീവിതത്തിലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമായി മാറും. ഉണ്ണി യേശു പിറന്നു വീണപ്പോൾ തിരിച്ചറിവില്ലാത്ത മനുഷ്യൻ ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് പരിശുദ്ധ കന്യകമറിയാം തൻ്റെ കുഞ്ഞിനെയുമായി ജനിച്ച ദേശത്തുനിന്ന് പല ദേശത്തേക്കും ഓടി മാറേണ്ടി വന്നു. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് ജീവിക്കാൻ നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ജീവിതക്രമം ഉണ്ടായില്ലെങ്കിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ ഓടി നടക്കേണ്ടി വരും. ഒരുപക്ഷെ ദാഹജലം കിട്ടാതെയായിരിക്കാം ആ നടപ്പ്. ഒരുപക്ഷെ മലിനമായ അന്തരീക്ഷമായിരിക്കാം മറ്റൊരു വശത്ത്. ജീവവായു കിട്ടാത്തതായിരിക്കാം മറ്റൊരു കാരണം. മലിനതകളുണ്ടാക്കുന്ന രോഗങ്ങളായിരിക്കാം മറ്റൊരു കാരണം. ഏതായാലും മനുഷ്യൻ്റെ ഉപഭോഗ തൃഷ്ണ ഇനി വരാനിരിക്കുന്ന ദൈവപുത്രന്മാർക്ക് അഥവാ മനുഷ്യർക്ക്, ദൈവത്തിൻ്റെ ചൈതന്യമുള്ള മനുഷ്യർക്ക്, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കും. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഒരു പുതിയ തലത്തിലേക്ക് മാറുവാനായിട്ടിടയായി തീരട്ടെ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവർക്ക് ഓടിക്കളിക്കാൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും അവരുടെ കണ്ണുകൾക്ക് നയനാനന്ദകരമായ കാഴ്ചകളുണ്ടാകാൻ സോഷ്യൽ മീഡിയയിലേക്കോ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കോ മാത്രം നോക്കാതെ പ്രകൃതിയിലേക്ക് നോക്കി പുഷ്പങ്ങളും സസ്യലതാദികളും കണ്ട് ആനന്ദിപ്പാൻ ഇടയാകത്തക്ക വിധം ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ദൈവപുത്രനെ വരവേൽക്കാൻ നമുക്ക് പുതിയ സമീപന രീതികൾ സ്വീകരിക്കാം. അതോടൊപ്പം ഭൂമിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും
മറ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ മലിനമായി കിടക്കുന്ന മലിനജലങ്ങൾ ശുദ്ധീകരിച്ച് ആ ചെടികൾക്ക് വളമാക്കി തീർത്തുകൊണ്ടുമൊക്കെ ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുക്കാം. കാരണം ഈ ഭൂമി ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് ജീവിച്ച് നമ്മെ കാണിച്ചു തന്ന എങ്ങനെയാണ് പ്രകൃതിയോട്, ദൈവത്തോട്, മനുഷ്യനോട് സമരസപ്പെട്ടുകൊണ്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് വെളിപ്പെടുത്തി. 2016 ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും പ്രത്യേകമായി നേരട്ടെ. ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ലോകം ഒരുങ്ങുകയാണ്. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവപുത്രനെ കണ്ടെത്താൻ, ദൈവപുത്രനെ സ്വന്തമാക്കാൻ മനുഷ്യൻ ലോകം മുഴുവൻ അന്വേഷിക്കുക. വിദ്വാൻമാർ നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യുമ്പോൾ, ആട്ടിടയന്മാർ സ്വർഗീയ സന്ദേശം കേട്ട് ക്രിസ്തുവിനെ തേടി പുറപ്പെടുകയാണ്. നാം ഓരോരുത്തരും ദൈവപുത്രനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീഷ്ണമായ ദാഹവുമായി യാത്ര ചെയ്യുക. ഒരു പ്രത്യേക അടയാളം നമുക്ക് കാണിച്ചു തരിക. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു, വീടില്ലാത്ത, പുതപ്പില്ലാത്ത, ഒട്ടും സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത് നീ കാണും. അതാണ് ദൈവപുത്രൻ. വീടില്ലാതെ, പുതപ്പില്ലാതെ, തണുപ്പത്ത് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാതിരുന്ന മനുഷ്യർക്ക് അവരുടെ പ്രതീക്ഷകൾ തങ്ങൾക്ക് വീടും ഉടുപ്പും സുഖസൗകര്യങ്ങളും നൽകുന്ന ഒരു ദൈവത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവർക്ക് കിട്ടിയ അടയാളം ഇതാണ്. ഇതാ ഉടുപ്പില്ലാത്ത, വീടില്ലാത്ത, സുരക്ഷിത സൗകര്യങ്ങളില്ലാത്ത ഒരു കുഞ്ഞ്. അവനെ തേടിയുള്ള യാത്രയാണ് ദൈവപുത്രനെ തേടിയുള്ള യാത്ര. അതാണ് ക്രിസ്മസ്. അതുകൊണ്ട് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ ഉള്ളവയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും നമുക്ക് ലഭിച്ച നന്മകളുമായി അതില്ലാത്തവരിലേക്ക് പോയി അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പുതിയ അനുഭവം 2016 ക്രിസ്മസ് പങ്കുവെക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടി തിരികെ വന്നു. തനയൻ തൻ ജനനത്തിൽ സ്തോത്രം